2026 മെയ് 4-ന് പുറത്തുവന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ യുഡിഎഫിന് അനുകൂലമായ ഒരു തരംഗം വ്യക്തമാക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വി. സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലുള്ള മുഖ്യമന്ത്രി സ്ഥാനത്തിനായുള്ള മത്സരം കൂടുതൽ ശക്തമായിരിക്കുകയാണ്. പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ. വി. സതീശന്റെ മുൻതൂക്കം തെരഞ്ഞെടുപ്പ് വിജയത്തോടെ വി. സതീശന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട്. കൂടാതെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് വി. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണക്കുന്നു എന്ന സൂചനകൾ പുറത്തുവരുന്നത് അദ്ദേഹത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ കരുത്ത്. ഹരിപ്പാട് മണ്ഡലത്തിൽ 23,000-ത്തിലധികം വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച ചെന്നിത്തല താൻ ഇപ്പോഴും ജനകീയനായ കരുത്തുറ്റ നേതാവാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അനുഭവസമ്പത്തുള്ള നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെയും ഒരു വിഭാഗം എംഎൽഎമാരുടെയും പിന്തുണയുണ്ട്. മറ്റ് പേരുകൾ സതീശനും ചെന്നിത്തലക്കും പുറമെ എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള ഇടപെടലുണ്ടായാൽ കെ.സി. വേണുഗോപാലിന് നറുക്ക് വീഴാൻ സാധ്യതയുണ്ട്. തീരുമാനം ആരുടേത്? നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത് പ്രധാനമായും 2 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും. 1. ഹൈക്കമാൻഡ് ഒബ്സർവർമാർ ഡൽഹിയിൽ നിന്നുള്ള കേന്ദ്ര നിരീക്ഷകർ കേരളത്തിലെത്തി പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎമാരുമായി കൂടിക്കാഴ്ച നടത്തും. എംഎൽഎമാരുടെ ഭൂരിപക്ഷാഭിപ്രായം ആർക്കാണോ അവർക്കായിരിക്കും മുൻഗണന. 2. ഘടകകക്ഷി സമവായം. യുഡിഎഫിലെ മറ്റ് പാർട്ടികൾക്ക് ആരെ മുഖ്യമന്ത്രിയായി കാണാനാണ് താൽപര്യം എന്നതും ഹൈക്കമാൻഡ് ഗൗരവമായി പരിഗണിക്കും. ചുരുക്കത്തിൽ വി. സതീശന് നിലവിൽ ഒരു ചെറിയ മേൽക്കൈയുണ്ടെങ്കിലും ഗ്രൂപ്പ് സമവാക്യങ്ങളും പാരമ്പര്യവും പരിഗണിക്കുമ്പോൾ രമേശ് ചെന്നിത്തലയെ തള്ളിക്കളയാനാവില്ല. വരും ദിവസങ്ങളിലെ പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം മാത്രമേ ഇതിലൊരു അന്തിമ തീരുമാനം ഉണ്ടാകൂ.